അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ ഏറ്റവും കൂടുതൽ എൻക്വയറിയുള്ള വാഹനം ഇന്നോവ. പൊതുവെ ഇപ്പോൾ ഡൽഹി മാർക്കറ്റിൽ നിന്ന് ഇന്നോവ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കാരണം 10 കൊല്ലത്തിൽ കൂടുതൽ പഴക്കമുള്ള ഡീസൽ വണ്ടികൾ ഡൽഹി NCR റീജിയനകത്ത് ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2015 വണ്ടികൾ അല്ലെങ്കിൽ 16-ലും കുറച്ച് ഇന്നോവകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇവിടെ കിട്ടാനില്ല. അപ്പോൾ 15 വണ്ടികൾ മാത്രമാണ് ഇപ്പം നിലവിൽ ഡൽഹി മാർക്കറ്റിലുള്ളത്. അതും വണ്ടികൾ ഭൂരിഭാഗം കഴിഞ്ഞു. ഇപ്പോൾ കിടക്കുന്ന വണ്ടികൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വില ആയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ വിലയോ അല്ലെങ്കിൽ 2-3 കൊല്ലം മുന്നേ ഉള്ള വിലയോ അല്ല ഇപ്പം ഡൽഹിയിൽ ഇന്നോവയ്ക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നോവകൾ ഇപ്പോൾ കുറേ ആളുകൾ 12 വണ്ടി 13 വണ്ടി 2012 അല്ലെങ്കിൽ 13 വണ്ടികളൊക്കെ ചോദിച്ച് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ വണ്ടികൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ UP ബോർഡറിലേക്കോ അല്ലെങ്കിൽ ഹരിയാന ബോർഡറിലേക്കോ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ പേപ്പർ വൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻ്റർകൂളർ വണ്ടിയും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും ഒരു HR26 ഗുഡ്ഗാവ് രജിസ്ട്രേഷനുള്ള ഒരു ഇന്നോവ 2015 വണ്ടി നമ്മുടെ മുന്നിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഓവറോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു വണ്ടി തന്നെയാണ്. ഞാൻ നോക്കിയ സമയത്ത് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഇത് ഇൻ്റർകൂളർ വണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് സെഡാണ്. അത് ഇന്നോവയ്ക്കകത്ത് ഇറങ്ങിയ ടോപ്പ് മോഡൽ വാഹനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം GX ഉണ്ട്, അതുപോലെ തന്നെ VX ഉണ്ട്, അതുപോലെ തന്നെ ZXും വരുന്നുണ്ട്. അപ്പോൾ ZXനകത്ത് വരുന്ന ഇന്നോവയാണ്. ചെറിയ പറയത്തക്ക ഡിഫറൻസ് കാര്യങ്ങളൊന്നും Vയും Zും തമ്മിലില്ല. ഈ ഒരു ഹാൻഡിലിൻ്റെ ക്രോം, പിന്നെ അതുപോലെ തന്നെ അത് ക്രോം പുറമെ ഒട്ടിക്കുന്നതല്ല, ഫുള്ളായിട്ട് ക്രോം കവർ വരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഡിക്കി ഗാർണിഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും. അതാണ് ചെറിയൊരു ഡിഫറൻറ്റ് മാത്രമാണ് വരുന്നത്. ഇത് ഡയമണ്ട് കട്ട് അലോയാണ് വരുന്നത്. 2015 മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള ഇന്നോവ കേട്ടോ. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് സംഭവിച്ചിട്ടില്ല. ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്ററാണ് ഒരു ഹൈലൈറ്റ് പോയിൻ്റ് ആയിട്ട് പറയാനുള്ളത്. 2,26,000 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഓട്ടം ഒന്നും നമുക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. കാരണം അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളൊരു വണ്ടിയാണ്. ഒരു 1 lakhൽ താഴെ ഓടിയ വണ്ടിയുടെ ആ ഒരു ഫീലാണ് നമുക്കുള്ളത്. പിന്നെ ഒരു 2,26,000 എന്ന് പറയുന്നത് ഫുൾ ത്രൂ ഔട്ട് കമ്പനി സർവീസിൽ കിടക്കുന്ന വാഹനമാണ്. എല്ലാ സർവീസും കമ്പനിയിൽ തന്നെ ചെയ്തിട്ടുള്ള വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് വരെ ഒറിജിനലാണ്. പൊതുവെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലായിട്ടുള്ള ഡൽഹി വണ്ടികൾ കാണാനും പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഗ്ലാസും ഒറിജിനലാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ വേറെ മേജറായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്പർ പ്ലേറ്റ് ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ എന്തായാലും തീർച്ചയായിട്ടും കേരളത്തിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരള നമ്പർ ആക്കുമ്പോൾ അത് മാറ്റേണ്ടി വരും. അപ്പോൾ അവിടെ നമുക്കൊരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹെഡ് ലാമ്പൊക്കെ ഒന്ന് പോളിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വണ്ടി കുഞ്ഞു സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പോളിഷ് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ടയർ വാങ്ങൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 60 to 70% നമുക്ക് ഈ ഒരു ടയർ പറയാൻ പറ്റും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ഒറിജിനലാണ്, ക്വാർട്ടർ ഗ്ലാസ് ഇതും ഒറിജിനലാണ്. ഈ ഗ്ലാസ് 15ആണ്, ഇത് 15ആണ്, ഇതും 15ആണ്, ഇതും 15ആണ്. എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഡോറ് ഒറിജിനലാണ്. റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഒരു 2015 വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു കോമ്പിനേഷനുള്ള കളർ തീമിലുള്ള നമുക്ക് വണ്ടി കിട്ടുക. ആദ്യം ഒരു ബീച്ച് കളറിലായിരുന്നു അതിന് മുന്നേക്ക് ഉള്ളത്. അപ്പോൾ 15 ആവുന്ന സമയത്ത് Vക്കകത്തും സെറ്റിനകത്തും ഒക്കെ ഈ ഒരു കളർ ഒരു ഡാർക്കായിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് വരുന്നത്. പിന്നെ Vക്കകത്തൊക്കെ വരുന്ന പോലെ തന്നെ കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ വരുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇന്നോവയ്ക്കകത്ത് ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, മാനുവൽ വണ്ടി തന്നെയാണ് ഇതും. ഇത് ഡീസൽ വണ്ടി കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഡീസൽ വണ്ടിയുടെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്നാലും കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഡീസലാണോ ചോദിക്കാറുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു സ്ഥിതിക്ക് ഡീസൽ വണ്ടി തന്നെയാണിത്. ഈ ഒരു ഡോറും ഒറിജിനൽ ഡോർ തന്നെയാണ്. 7 സീറ്റർ വണ്ടി കേട്ടോ. പുറകിലെ സീറ്റും ഒരു ക്യാപ്റ്റൻ സീറ്റിലാണ് വന്നിട്ടുള്ളത്. സീറ്റൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഒറിജിനൽ സീറ്റാവാൻ പറയാൻ പറ്റില്ല, പക്ഷെ അത്യാവശ്യം നല്ലൊരു വൃത്തിയുണ്ട്. ഒറിജിനൽ സീറ്റ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ കളറൊക്കെ കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ് ഡാഷ്ബോർഡും സീറ്റും ഒക്കെ തമ്മിൽ. ഈ ഒരു ഡോറും ഒറിജിനലാണ്. ഈ ഒരു ടയർ ഒരു 60 to 70% ഈ ഒരു ടയറും വരെ നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തീർച്ചയായിട്ടും 2026 ഡൽഹി റോഡുകളിലൂടെ ഓടിയ വണ്ടി ആയതുകൊണ്ട് തന്നെ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്തിട്ടുണ്ടാവും. ഫുള്ളായിട്ട് റീപെയിൻറ്റഡ് അല്ല, പക്ഷേ ബമ്പറിൻ്റെ കോർണർ കാര്യങ്ങളൊക്കെ എന്തായാലും ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു പെയിൻറ്റ് ടെസ്റ്റ് ചെയ്യുന്ന മെഷീനും കൊണ്ടുവച്ച് നോക്കിയിട്ട് കാര്യമില്ല. കാരണം എൻ്റെ കയ്യിലുള്ള മെഷീൻ ഞാൻ എൻ്റെ ബാഗിൽ തന്നെയാണ് വെക്കൽ. നമുക്ക് ഒരു ഹൈ എൻഡ് വണ്ടി കാണുന്ന സമയത്ത് മാത്രമാണ് അത് യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഇന്നോവ പോലത്തെ വണ്ടികൾ നോക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. കാരണം തീർച്ചയായിട്ടും ബമ്പർ കോർണറോ അല്ലെങ്കിൽ ഡിക്കി ഭാഗത്തോ ഡോറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ ആ റണ്ണിങ് ബോർഡോ ഒക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടാകും. അതൊന്നും ഇല്ലാത്ത വണ്ടികൾ ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടൂലെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ മെഷീൻ ബാഗിൽ തന്നെ വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ മേജറായിട്ടുള്ള എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനും കൂടിയാണ് ആ ഒരു മെഷീൻ യൂസ് ചെയ്യാറുള്ളത്.
പെയിൻറ്റ് റീപെയിൻ്റ് ആണോ എന്നുള്ളത് നമ്മൾ അത് വെച്ച് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഈ ഉൾഭാഗത്ത് ഡിക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പഞ്ചിങ് മാർക്ക് അതുപോലെ വന്നിട്ടുണ്ട്. വർക്ക് എടുത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും തോന്നുന്നില്ല, കാരണം എല്ലാം അതുപോലെ തന്നെയുണ്ട്. പുറകിൽ തട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു സൈഡിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണുന്നൊന്നുമില്ല. ഇതും എല്ലാ പഞ്ചിങ് മാർക്കും അവിടെ തന്നെ ഉണ്ട്. ഇതിനകത്തും പുറകിലും വേറെ അടി കാര്യങ്ങളൊന്നും ഇല്ല. ഏതായാലും ഡിക്കി ഡോറും ഒറിജിനലാണ്. ഡിക്കി ഗ്ലാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ ഗ്ലാസ് തന്നെ 2015 വന്നിട്ടുള്ള ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു സംഭവമാണ്. ഇതും സെറ്റിനകത്ത് വരുന്ന ഒരു ക്രോം ഫിനിഷാണ്. 2.5 സെറ്റാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിൽ കണ്ടോ, പുറകിലൊന്നും നമ്മൾ വേറെ ടച്ചപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. എല്ലാം ആ ഒരു ക്വാളിറ്റി ഫിനിഷിംഗ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടയർ നോക്കുകയാണെങ്കിൽ ഇതൊരു 70% ടയർ. നമുക്ക് എല്ലാ ടയറും എനിക്ക് തോന്നുന്നു ഒരു 70 to 75% ആണ് ടയർ പറയാൻ പറ്റുക. ഡയമണ്ട് കട്ട് അലോയാണ് ഇപ്പോൾ ഈ ഒരു സെറ്റിനകത്തും, അതുപോലെ തന്നെ 2015 ബിക്കകത്തും ഡയമണ്ട് കട്ട് അലോയാണ് വന്നിട്ടുള്ളത്. 14 വരെ ഡയമണ്ട് കട്ടല്ല, സാധാ അലോയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒറിജിനൽ ഡോറാണ്. ഈ ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ്. ഈ ഗ്ലാസ് ഒറിജിനൽ തന്നെയാണ്. ഇൻറ്റീരിയർ നല്ല ഒരു കളർ കോമ്പിനേഷനാണ്. ആ ഒരു 15 ഏതായാലും ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. 15 എല്ലാ ഗ്ലാസും ഒറിജിനലാണ്. ഡോറും ഒറിജിനലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ കണ്ട സ്റ്റിക്കർ ഇല്ല. ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഇല്ലാത്തത് ചിലപ്പോൾ ഈ ഡോറ് റീപെയിൻറ്റ് ആയിരിക്കാം, അതുകൊണ്ടാണ് സ്റ്റിക്കർ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ നിലവിൽ ഈ വണ്ടിയുടെ മുകളിൽ ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നമ്മൾ മാറ്റിയിട്ടൊന്നും ചെയ്യേണ്ടി വരും. ഫെൻഡർ ആണെന്നുണ്ടെങ്കിലും പറയത്തക്ക വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇൻ്റർകൂളറാണ് വരുന്നത്. ഈ ടയറാണെന്നുണ്ടെങ്കിലും ഒരു 70% ടയർ നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഈ ഒരു ഡ്രൈവർ സൈഡിൽ നിന്ന് ഈ ഒരു ഡാഷ്ബോർഡ് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ബട്ടണോ കാര്യങ്ങളോ അത്ര ഒരു തേയ്മാനങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സെറ്റിനകത്ത് വരുന്നുണ്ട്. ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമുക്ക് പറ്റും. ജസ്റ്റ് ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് ചെയ്യുക, അതുപോലെ തന്നെ നമുക്കൊരു പോളിഷിങ് കൂടി ചെയ്യുക. ഈ ഒരു സ്റ്റിക്കർ മാറ്റി ഒട്ടിക്കുക. വണ്ടി പെർഫെക്റ്റായി, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് ഏതായാലും ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങൾ കൂടി ഒന്ന് കേൾക്കാം. എൻജിൻ റൂമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിനെക്കാട്ടും കൂടുതൽ പൊടിയുള്ള വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. താരതമ്യേന ഇത് കുറവാണ്. ഏതായാലും നോക്കുന്ന സമയത്ത് ആക്സിഡൻ്റൽ ലക്ഷണങ്ങളൊന്നുമില്ല. പഞ്ചിങ് മാർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു തട്ട് ഇവിടെ ഇല്ല. പഞ്ചിങ് മാർക്കൊക്കെ ഉണ്ട്, മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ളത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് കാണുമോ അറിയില്ല, ഉള്ളിൽ ആ ഒരു ക്രോസ് ബമ്പറൊക്കെ ഉണ്ട്. അതൊന്നും ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് കറക്റ്റ് എന്താ പറയുക, നല്ല രീതിയിൽ നമ്മളിപ്പോൾ മലയാളീസ് എടുത്തു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ എഞ്ചിൻ റൂമൊക്കെ കറക്റ്റ് പക്കാ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇവിടെ ഉള്ള ഒരു എഞ്ചിൻ റൂമിനകത്തേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടൊന്നും ശരിക്കും ഇങ്ങനെ വെള്ളം അടിച്ച് എഞ്ചിൻ റൂം കഴുകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പൊടി പിടിച്ച് കിടന്നാലും കുഴപ്പമില്ല, വണ്ടി നല്ല പെർഫെക്റ്റ് കണ്ടീഷനിൽ തന്നെ ആയിരിക്കും ഉണ്ടാവും. പക്ഷേ നമ്മുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അടിച്ച് കഴുകി വൃത്തിയാക്കി നല്ല കറക്റ്റായിട്ട് സൂക്ഷിക്കും. അപ്പോൾ ഏതായാലും ബോണറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, ഉള്ളിൽ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത നല്ലൊരു വണ്ടി. ഞാൻ ഏതായാലും സ്റ്റാർട്ടും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ വർക്കിംഗ് കാര്യങ്ങളൊന്നും നോക്കാം. സൗണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഒരു ടൊയോട്ടയെ സംബന്ധിച്ചിട്ട് കിലോമീറ്റർ ഇപ്പോൾ എത്ര ഓടിക്കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള സർവീസ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, യാതൊരു ഇഷ്യൂ കാര്യങ്ങളും എഞ്ചിന് സംഭവിക്കില്ല. 4 ലക്ഷം 6 ലക്ഷം ഓടിയ ഇന്നോവകളും അതുപോലെ തന്നെ ഫോർച്യൂണർ വണ്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലൈൻറ്റും വരാത്ത ഒരു എഞ്ചിനാണ് ഈ ഒരു ടൊയോട്ടയുടെ ഡീസൽ എഞ്ചിൻ എന്ന് പറയുന്നത്. അത് പ്രോപ്പർ യൂസേജ് കൂടി ആയിരിക്കണേ. അപ്പോൾ നിലവിൽ ഏതായാലും ഈ ഒരു വാഹനവും സിംഗിൾ ഓണർഷിപ്പ് വാഹനവുമാണ്, അതുപോലെ തന്നെ ത്രൂ ഔട്ട് കമ്പനി സർവീസുമാണ്. അപ്പോൾ ഈ ഒരു 2,26,000 എന്ന് പറയുന്നത് വലിയൊരു ഇഷ്യൂ ഉള്ള കാര്യമാണെന്ന് എനിക്കും തോന്നുന്നില്ല.
അപ്പോൾ 2015 മോഡലുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8,30,000 രൂപയാണ് കേട്ടോ. ഒരു ഇപ്പോഴത്തെ നിലവാരത്തിൽ ഒരു ഡീസൻറ്റ് റേറ്റ് തന്നെയാണ്. 8,30,000 ആണ് ഫൈനൽ റേറ്റ് ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിൻ്റെ മുകളിൽ ഒരു രൂപ പോലും കുറയൂല. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് റേറ്റ് കുറയൊന്നും ചോദിക്കരുത്. പിന്നെ വില കൂടുതലാണെന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് മാർക്കറ്റ് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ 2015 സെറ്റൊക്കെ ഡൽഹിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 9-9.5 ലക്ഷം രൂപ കൊടുത്താലേ നിങ്ങൾക്ക് വണ്ടി കിട്ടുള്ളൂ. പിന്നെ ഇത് കിലോമീറ്റർ ഒരു ഇത്തിരി കൂടുതലുണ്ട്, 226 ഓടിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു 1.25-1.5 ഓടിയ വണ്ടി നിങ്ങൾക്ക് സെറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 9 ലക്ഷം രൂപയുടെ മുകളിൽ കൊടുക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 8,30,000 രൂപയാണ് വിലയായിട്ട് പറഞ്ഞിട്ടുള്ളത്. 2,26,000 ഓടിയ 2015 സിംഗിൾ ഓണർഷിപ്പുള്ള സെറ്റിലുള്ള റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ലാത്ത ത്രൂ ഔട്ട് ഫുള്ള് കമ്പനി സർവീസിലുള്ള ഒരു ഇന്നോവയാണ്. ഗോൾഡൻ അല്ല, സിൽവർ കളറിൽ വരുന്ന ഹരിയാന രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ഒരു നമ്പറിനകത്ത് വാട്സപ്പിനകത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഓട്ടോമാറ്റിക്കലി ലിങ്ക് നിങ്ങൾക്ക് വരും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനകത്തും അതിൻ്റെ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനകത്ത് കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല വണ്ടികളൊക്കെ വരുന്നത് തീർച്ചയായിട്ടും ഞാൻ ഗ്രൂപ്പിനകത്ത് ഇടാറുണ്ട്. ചറവറാന്ന് കുറേ വണ്ടികൾ പോസ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. നമുക്ക് പ്രോഫിറ്റിൽ എടുക്കാൻ വരുന്ന വണ്ടികൾ ഏതൊക്കെയാണോ അങ്ങനെയുള്ള വണ്ടികൾ മാത്രമാണ് ഇടാറുള്ളത്. ചിലപ്പം അങ്ങനെയുള്ള വണ്ടികൾ വന്നിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് നിശ്ചലമായിട്ട് അവിടെ കിടക്കും. അങ്ങനെയുള്ള വണ്ടികൾ വരുന്ന സമയത്താണ് ഇടാറുള്ളത്. കുറേ ആളുകൾ ചോദിക്കാറുണ്ട് എന്താണ് മനുവായി ഇങ്ങനെ വീഡിയോ ആഡൊന്നും കാണാറില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നല്ല വണ്ടികൾ നമുക്ക് പ്രോഫിറ്റിൽ എടുക്കാൻ വരുന്നത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിനകത്തൊന്നും ഇടാത്തത്. തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ എന്തായാലും ഇടാറുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിനകത്തും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോ ആക്കിയിട്ട് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് വീഡിയോ ആക്കിയിട്ട് ഇടുക. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഗ്രൂപ്പിനകത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയൊരു ഷോറൂമൊക്കെ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെ ഇറ്റ്സ് മീ മനു. ബൈ.